മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ സസ്യം നമുക്കെല്ലാം സുപരിചിതമാണ്. ഉണക്കൊക്കെ കഴിഞ്ഞ് 6 വർഷത്തിൻ്റെ ആരംഭത്തോടെ നമ്മുടെ പുരയിടങ്ങളിൽ വ്യാപകമായി കിളിച്ച് വളർന്നു നിൽക്കുന്ന ഒരു സസ്യം. ഈ സസ്യത്തിൻ്റെ പേര് കുടൽ ചുരുക്കി, താറാവ് ചെടി, പാണ്ടിത്താറാവ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. എന്നാൽ അത്യപൂർവ ഔഷധങ്ങളിൽ ഒന്നാണ് ഈ പാണ്ടിത്താറാവ്. ഈ താറാവ് ചെടിയൊക്കെ ഉപയോഗിച്ച് മുത്തശ്ശിമാർ തൻ്റെ പേരക്കിടാങ്ങൾക്ക് പല രോഗങ്ങളും ചികിത്സിച്ചിരുന്നു. രോഗങ്ങൾ വരാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ആടും പശുവും എരുമയും ഒക്കെ ഈ സസ്യം തീറ്റയായിട്ട് തിന്നതിന് ശേഷം അതിൻ്റെ പാല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ഇതിൻ്റെയൊക്കെ ഔഷധ ഗുണം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ കാലം മാറിയോടുകൂടി ഇത്തരത്തിൽ അത്യപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളെപ്പറ്റിയുള്ള അറിവോ അത് എങ്ങനെ പ്രയോഗിക്കണമെന്നുള്ള പ്രായോഗിക പരിശീലനമോ നമുക്ക് ലഭ്യമല്ലാതായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ചെടിയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഉചിതമാണെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വളരെ പുരാതന കാലത്ത് മുതൽ പ്രകൃതി നൽകിയ ഒരു പച്ചമരുന്നാണ് ഈ താറാവ് ചെടി അഥവാ കുടൽ ചുരുക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സമൂലം, അതായത് വേര് മുതൽ ഇല മുതൽ തണ്ട് വരെ ഔഷധയോഗ്യമാണ്. അത്തരത്തിലുള്ള ഈ ചെടിയെ നമ്മൾ അറിഞ്ഞിരിക്കണം. പൊണ്ണത്തടി ഇന്ന് ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടി വലിയ പണച്ചിലവ് നടത്തിക്കൊണ്ടാണ് മനുഷ്യർ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല രോഗങ്ങൾക്കും കാരണം പൊണ്ണത്തടിയാണ്. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് പലവിധ രോഗങ്ങൾക്കും കാരണമാകുന്നുവെന്ന് തിരിച്ചറിവാണ് ഇത്തരത്തിൽ വലിയ പണച്ചെലവ് നടത്തി ഈ തടി കുറയ്ക്കാൻ വേണ്ടി പല സ്ഥലങ്ങൾക്കും യന്ത്രങ്ങൾ മുഖേനയുള്ള വ്യായാമമുറകൾക്ക് വേണ്ടി മനുഷ്യർ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കുടചുരുക്കി എന്ന് പറയുന്ന ഈ സസ്യം വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് പറിച്ചെടുത്ത് ഒരു പിടി പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി നല്ല പച്ചരി, നാടൻ നെല്ല് കുത്തി തവിട് കളയാത്ത പച്ചരിയോടൊപ്പം അരച്ച് ചേർത്ത് കഞ്ഞിയായിട്ടോ പലഹാരമായിട്ടോ ഉണ്ടാക്കി ഏതാനും മാസങ്ങൾ കഴിക്കാമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പ് മാറുകയും തൽഫലമായി പൊണ്ണത്തടി മാറുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ മറ്റൊന്ന്, കുഞ്ഞുങ്ങൾക്ക് ഗ്രഹിണി എന്ന് പറയുന്ന ആ രോഗം ശമിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശിമാർ ഈ പാണ്ടിത്താറാവ് വ്യാപകമായിട്ട് മരുന്നായിട്ട് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ ആട്, പശു ഇവയൊക്കെ പ്രസവിച്ചതിന് ശേഷം അവയുടെ വയറ് ചുരുങ്ങാൻ വേണ്ടിയിട്ട് ഇത് പറിച്ചെടുത്ത് തീറ്റയായിട്ട് നൽകിയിരുന്നു. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മിക്ക ഉദര രോഗങ്ങൾക്കും ഈ മരുന്നൊരു ഫലപ്രദമാണ്. അതിന് ചെയ്യാൻ കഴിയുന്ന മാർഗമെന്ന് വെച്ചാൽ ഈ ഇലകൾ പറിച്ചെടുത്ത് അരച്ച് വൃത്തിയാക്കി നാടൻ പച്ചരിയോട് ചേർത്ത് തേങ്ങായൊക്കെ ചേർത്ത് പലഹാരം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. അത് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ നമ്മൾ വളർത്തുമൃഗങ്ങളായ ആടിനും പശുവിനും, കറവപ്പശുക്കൾക്കും ആടിനുമൊക്കെ ഇത് തീറ്റയായി നൽകുകയാണെങ്കിൽ തീറ്റച്ചെലവ് ലാഭിക്കാം എന്ന് മാത്രമല്ല, നമുക്ക് ഇത് തീറ്റയായി നൽകുന്ന ആടിൻ്റെയോ പശുവിൻ്റെയോ പാല് കുടിക്കുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടക്കോഴികളെ വളർത്തുന്നവർ ചെറിയ രീതിയിൽ ഇലകൾ പറിച്ചെടുത്ത് കുഞ്ഞു കഷ്ണങ്ങളാക്കി തീറ്റയോടൊപ്പം ചേർത്ത് നടത്തി ശീലിക്കാമെങ്കിൽ കാലക്രമേണ ഇത് പറിച്ച് എടുത്ത് കഴുകി കെട്ടി തൂക്കി കൊടുത്താൽ തന്നെ കോഴികൾ ഇത് കഴിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരും. വളരെ സമൃദ്ധമായി വളരുന്ന, യാതൊരു പരിചരണവും വേണ്ടാത്ത, ഒരു വളപ്രയോഗവും വേണ്ടാത്ത ഒരു സസ്യമാണ് ഈ താറാവ് ചെടി. നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ സ്ഥലങ്ങളിലും വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ് താറാവ് ചെടി. കാണാൻ വളരെയധികം ഇമ്പമുണ്ടെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണത്തെപ്പറ്റിയോ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയോ ആർക്കും തന്നെ വ്യക്തമായ സൂചനകളില്ല. ഒട്ടനവധി അസുഖങ്ങൾക്ക് താറാവ് ചെടി ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും
ഒരു രോഗം മാറാനുള്ള മരുന്നായിട്ട് പച്ചമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച അറിവുള്ള വിദഗ്ധരായ വൈദ്യന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലോ ആയിരിക്കണം. അല്ലെങ്കിൽ ആധികാരികമായ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ ആകാവൂ. പലപ്പോഴും ഇലഞ്ഞൂർ ലോഗ് പറഞ്ഞിട്ടുള്ളതിൻ്റെ കൂട്ട് തന്നെ പച്ചില മരുന്നുകൾക്ക് വിരുദ്ധ ആഹാരങ്ങളുണ്ട്. മിക്ക പച്ചില മരുന്നുകൾക്കും ആ ഉപയോഗിച്ച് രോഗം മാറുമ്പോൾ ആ രോഗം മാറിക്കിട്ടുന്നതിന് വേണ്ടി ആ പച്ചില മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, കഴിക്കേണ്ടുന്ന ഒരു മാത്രയുണ്ട്, സമയമുണ്ട്. ഇതൊക്കെ പാലിച്ചും ശ്രദ്ധിച്ചും ഈ ഔഷധങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ, സേവിച്ചാൽ മാത്രമേ ഫലപ്രദമായി രോഗം മാറുകയുള്ളൂ എന്ന കാര്യം നാം മനസ്സിലാക്കണം. കാരണം ചിലവില്ലാതെ പ്രകൃതി തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഈ പച്ചമരുന്നുകൾ പൂർണ്ണമായും നമ്മുടെ ശരീര സംരക്ഷണത്തിനും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും ഉതകുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഓരോ പ്രദേശത്തും ഉള്ള ജീവജാലങ്ങൾക്ക് അനിവാര്യമായ ജീവിത സംരക്ഷണ കവചങ്ങൾ പ്രകൃതി അതാത് സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം നിസ്സംശയം നാം ഓർക്കേണ്ടതാണ്. അതെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രകൃതിയുടെ നിയമത്തിൽ നിന്ന് നാം വ്യതിചലിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വളരെയധികം സമ്പത്ത് ചിലവഴിച്ച് ചെറിയ രോഗങ്ങൾ വരെ വലിയ അവസ്ഥയിലെത്തി നാം വളരെയധികം ക്ലേശം അനുഭവിക്കുന്ന ഒരു നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് മാറ്റിയെടുക്കുന്നതിനും നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കുന്നതിനും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി ചിലവാക്കുന്നതിനും വേണ്ടി ഇത്തരം ആയുർവേദ പച്ചമരുന്നുകൾ നമ്മൾ കണ്ടറിയുകയും അവയുടെ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയും മറ്റ് രോഗങ്ങളൊന്നുമില്ലാത്ത അവസരങ്ങളിലും അല്ലെങ്കിൽ രോഗമുള്ള അവസരങ്ങളിലും നമുക്ക് നിസ്സാരമായി ഉപയോഗിച്ച് പല രോഗങ്ങളും മാറ്റാനും പറ്റും എന്ന കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഇത്തരം പച്ചമരുന്നിലൂടെ നമ്മുടെ രോഗങ്ങൾ നല്ലൊരു ശതമാനം കുറയ്ക്കാവുന്നതാണ്. ഇന്ന് ഒട്ടനവധി പണം ചിലവാക്കേണ്ടി വരുന്ന പല രോഗങ്ങൾക്കും ഫലപ്രദമായ പച്ചമരുന്നുകൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. അവയുടെ ഉപയോഗം കൊണ്ട് അത്ഭുതകരമായ പല രോഗങ്ങളും കുറഞ്ഞതായിട്ടും അനുഭവസ്ഥർ ആവർത്തിച്ച് വെളിവാക്കുന്നുണ്ട്. എന്നാൽ ഇവയെ സംബന്ധിച്ച അറിവ് ഇല്ലാത്തതും ഇവയെ സംബന്ധിച്ചുള്ള അറിവുകൾ ശേഖരിക്കാനുള്ള വൈമനസ്യവുമാണ് നമ്മളെ ക്ലേശപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് തള്ളിവിടുമെന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമാണ് സമ്പത്ത് എന്ന കാര്യം നാം മറക്കരുത്. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ എത്ര സമ്പത്തുണ്ടായാലും അതിൽ നമുക്ക് യാതൊരു സംതൃപ്തിയും കാണുകയില്ല. സമ്പത്ത് ആരോഗ്യമില്ലാത്ത ക്ഷയിച്ച് ശരീരമുള്ള വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം സമ്പത്ത് അയാളുടെ വലിയ ഭാരമായിരിക്കും. അയാൾ ആ സമയത്ത് എപ്പോഴും ചിന്തിക്കുന്നത് സമ്പത്തിന് വേണ്ടി എനിക്ക് പരക്കം പായേണ്ടിയിരുന്നില്ല എന്നാണ്. നമുക്ക് ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ പ്രകൃതിയുമായി നേരിട്ടുള്ള ബന്ധം അനിവാര്യമാണ്. പ്രകൃതി നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഇത്തരം പച്ചമരുന്നുകളും ഔഷധസസ്യങ്ങളും കണ്ടറിയുകയും അവ ഉപയോഗിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗങ്ങൾ ഒന്നൊന്നായി നമ്മളെ വിട്ടുപോവുകയാണ്. മണ്ണുമായിട്ട് നമുക്ക് ബന്ധം വേണം. അതുപോലെ തന്നെ ദിനചര്യ ക്രമപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. സന്തോഷം മനസ്സിൽ നിറയ്ക്കേണ്ടതുണ്ട്. അനാവശ്യ ചിന്തകൾക്കിടം കൊടുത്ത് മനസ്സിന് പിരിമുറുക്കം ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല രോഗങ്ങളും നമ്മുടെ അയൽവക്കത്ത് പോലും വരികയില്ല എന്ന കാര്യം സത്യമാണ്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് പച്ചമരുന്നുകൾ ഔഷധസസ്യങ്ങൾ നമ്മുടെ മുത്തശ്ശിമാർക്ക് സുപരിതമായിരുന്നു. ആശുപത്രികളൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുത്തശ്ശിമാർ വളരെ വിരളമായിട്ട് മാത്രമേ പേരക്കുട്ടികളെ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നുള്ളൂ. മിക്ക രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സകൾ വൈദ്യന്മാർ നടത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ പച്ചമരുന്നുകളും നമ്മുടെ ദിനചര്യകളും ഒക്കെയായിരുന്നു അതിൻ്റെ ബന്ധം. എന്നാൽ കാലം മാറിയതോടുകൂടി അതിനെല്ലാം മാറ്റം വന്നു. പച്ചമരുന്നുകൾ ഇന്നത്തെ സമൂഹത്തിന് അറിയാൻ വയ്യാതായി. നാടൻ ഭക്ഷണങ്ങൾ രുചിയില്ലാതായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഫലമോ എന്തെല്ലാം ദുഃഖങ്ങളാണ് ഉണ്ടാകുന്നത്. ചിലവരെ ചികിത്സകൾ ചികിത്സകളും ആശുപത്രിയിലേക്ക് വേണ്ടി വരുന്ന ചിലവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ ആർക്കു വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് മാറണം. നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാവണം. ആരോഗ്യം സമ്പത്താണ് എന്ന ബോധം നമുക്കുണ്ടാക്കണം. മറ്റെന്തിനേക്കാളിലും കൂടുതൽ ആരോഗ്യത്തിനും അറിവ് ശേഖരിക്കുന്നതിനും നാം സമയം ചെലവഴിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കാനും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇലഞ്ഞൂർ വ്ലോഗ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രദർശിച്ചുകൊണ്ട് തൽക്കാലം നിന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.